വെൽക്കം ബാക്ക്. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 21 ആണ്. ഇതാണ് ക്വസ്റ്റ്യൻ. ഇനി ഇന്റിജർ ടൈപ്പ് ആണ്. ഇൻ എ GP, if the product of the first three terms is 27 and the set of all possible values for the sum of the first three terms is r minus ab, open interval ab, then a square plus b square is equal to. ഒരു ജി പി ഉണ്ട്, അതിലെ പ്രൊഡക്റ്റ് ഓഫ് ഫസ്റ്റ് ത്രീ ടേംസ് തന്നു. ഈ പ്രൊഡക്റ്റ് ഓഫ് ഫസ്റ്റ് ത്രീ ടേംസ് തരുമ്പോഴാണ് ഇങ്ങനെ ജി പി എ എടുക്കുമ്പോൾ നമുക്ക് കാര്യങ്ങൾ എളുപ്പമാകുന്നത്. പ്രൊഡക്റ്റ് തരുമ്പോൾ അപ്പൊ ഇങ്ങനെ ജി പി എടുത്തു. ഇതാണ് ജി പി, 3 ടേംസ്, ഫസ്റ്റ് 3 ടേംസ്. ഇതിന്റെ പ്രൊഡക്റ്റ് എ ബൈ ആർ, എ ആർ ഇസ് ഈക്വൽ ടു 27. അപ്പൊ എ ക്യൂബ് ഈക്വൽ ടു 27. അപ്പൊ എ ഇസ് ഈക്വൽ ടു 3. എന്റെ വാല്യൂ 3 ആണ്. ആർ എന്താണെന്ന് അറിയില്ല. ഇനി സെറ്റ് ഓഫ് ഓൾ പോസിബിൾ വാല്യൂസ് ഓഫ് ദ സം ഓഫ് ദ ഫസ്റ്റ് 3 ടേംസ്. അപ്പൊ ഈ 3 ടേംസിന്റെ സം എന്താവും? സം ഇസ് ഈക്വൽ ടു എ ബൈ ആർ പ്ലസ് എ ആർ. എ 3 ആണ്. ആ 3 അങ്ങ് പുറത്തെടുത്താൽ 1 പ്ലസ് ആർ പ്ലസ് 1 ബൈ ആർ. അതിനെ ഇങ്ങനെ എഴുതാം, 3 പ്ലസ് 3 ഇൻറ്റു ആർ പ്ലസ് 1 ബൈ ആർ. ഇതായിരിക്കും ഈ പറഞ്ഞ സമ്മ്, 3 പ്ലസ് 3 ഇൻറ്റു ആർ പ്ലസ് 1 ബൈ ആർ. ഈ സമ്മ് ആറിനെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പൊ ആ സമ്മിന്റെ പോസിബിൾ വാല്യൂസ് ആണ് ആർ മൈനസ് എ ബി. അതായത് ആറിൽ നിന്ന് ആ എ ബി എന്ന് പറഞ്ഞ ആ ഇന്റർവെലിന്റെ അടിയിൽ ഇതിന്റെ സമ്മ് വരാൻ സാധ്യതയില്ല. അത് ഈ എക്സ്പ്രഷൻ നോക്കിയാലും ക്ലിയർ ആണ്. ഇതിലിപ്പോ ആർ പ്ലസ് 1 ബൈ ആർ ഉണ്ട്. അതൊരു നമ്പറും അതിന്റെ റെസിപ്രോക്കലും ആഡ് ചെയ്തതാണ്. അത് നമുക്കറിയാം. ആർ പ്ലസ് 1 ബൈ ആർ വിൽ ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 ഓർ ആർ പ്ലസ് 1 ബൈ ആർ വിൽ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു -2. ആറ് പോസിറ്റീവോ നെഗറ്റീവോ ആവുന്നതിനനുസരിച്ച് ഒരു നമ്പറും അതിന്റെ റെസിപ്രോക്കലും കൂട്ടിയാൽ ആ നമ്പർ പോസിറ്റീവ് ആണെങ്കിൽ അത് 2നേക്കാൾ എന്തായാലും വലുതായിരിക്കും. അത് 2നേക്കാൾ അത് നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ആർ പ്ലസ് 1 ബൈ ആർ എന്തായിരിക്കും? -2നേക്കാൾ ചെറുതായിരിക്കും. അപ്പൊ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ സം എന്താവും? സമ്മിന്റെ മിനിമം വാല്യൂ എന്താവും? ഇങ്ങനെയാണെങ്കിൽ സമ്മിന്റെ മിനിമം വാല്യൂ, അതായത് ആർ പ്ലസ് 1 ബൈ ആർ, ആറ് പോസിറ്റീവ് ആണെങ്കിൽ, ഇഫ് ആർ ഗ്രേറ്റർ ദാൻ 0, ആറ് പോസിറ്റീവ് ആണെങ്കിൽ മിനിമം വാല്യൂ ഓഫ് സം എന്തായിരിക്കും? 3 പ്ലസ് 3 ഇൻറ്റു 2, 9. മിനിമം സമ്മ് 9 എങ്കിലും വരും. സമ്മിന് 9നേക്കാൾ കൂടുതലാവും. ആർ പ്ലസ് 1 ബൈ ആർ എന്തായാലും 2 ആയാലും കൂടുതലാവും. മിനിമം 9 എങ്കിലും സമ്മ് വരും. 6 ചെറുതാണെങ്കിൽ അവിടെ അതപ്പോ മാക്സിമം ആയിരിക്കും 3 പ്ലസ് 3 ഇൻറ്റു -2, -3. -3 ആണ് അവിടത്തെ മാക്സിമം വാല്യൂ വരിക. എസിന്റെ വാല്യൂ -3യേക്കാൾ ഇനി എത്ര വേണമെങ്കിലും ചെറുതാവാം. അതായത് -3ക്കും 9നും ഇടക്കും. ഇവിടെ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ എസിന്റെ വാല്യൂ എന്തായിരിക്കും? എസ് എലമെന്റ് ഓഫ് -∞ ടു -3. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ എസിന്റെ വാല്യൂ 9 അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലാവാം. 9ഓ അതിനേക്കാൾ കൂടുതലോ ആവാം. അതായത് ഈ സം എവിടെ വരൂല? സം ഒരിക്കലും എന്തിന്റെ ഇടയിൽ വരൂല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എഴുതാൻ പറ്റും സം എലമെന്റ് ഓഫ് ആർ മൈനസ് -9 ടു 3. -9നും 3ക്കും ഇടയിൽ സം വരില്ല. ഒന്നെങ്കിൽ -3നേക്കാൾ ചെറുതായിരിക്കും, അല്ലെങ്കിൽ 9നേക്കാൾ കൂടുതലായിരിക്കും. അതിന്റെ ഇടയിൽ വരൂല. അപ്പൊ അതാണ് ഇവിടെ പറഞ്ഞ എയും ബിയും. എയും ബിയും എന്നല്ലേ? എ ഈക്വൽ ടു -3, ബി ഈക്വൽ ടു 9, എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു 9 പ്ലസ് 81, 90 വരും. 9 പ്ലസ് 81, 90 ആണ് ആൻസർ. 90 ആണ് ഈ ക്വസ്റ്റ്യന്റെ ആൻസർ.